ഉദ്ദേശിച്ച തിരക്കാണോടാ? എന്റെ മുടി നോട്ടോടാ. അയ്യോ അപ്പുകുട്ടൻ ചേട്ടാ, ഇപ്പൊ തന്നെ രണ്ടുപേരുണ്ടല്ലോ. ഇപ്പൊ കയറ്റി ഇരുത്താന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വെട്ടിത്തരാം. അവരോട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്. എക്സ്ക്യൂസ് മീ രാജുബാബു, ഞാൻ ഒന്ന് വെട്ടിക്കോട്ടെടാ. എന്നെ മുടി വെട്ടിയിട്ട് വേണം രാധാസോപ്പ് വെച്ചിട്ട് മസിലേക്ക് ഒന്ന് പിരിപ്പിക്കാൻ. നീ മഹാദേവനോട് ചോദിച്ചോക്ക്. എടാ മഹാദേവ, നിനക്ക് തിരക്കില്ലെങ്കിലേ നിനക്ക് മുമ്പ് ഞാൻ വെട്ടിക്കോട്ടെടാ. ഞാനിവിടെ മെഴുകുതിരി ഉരുക്കി ഓട്ട അടയ്ക്കണമില്ലേ? എനിക്ക് തിരക്കുണ്ട്. പെട്ടെന്ന് വെട്ടിട്ട് വേണം, എനിക്ക് ഒരുപാട് ഓട്ട അടയ്ക്കാനുണ്ട്. നീ ആ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദൻകുട്ടിയോട് വാങ്ങാൻ പറ. എടാ ഗോവിന്ദൻകുട്ടി, ഒന്ന് കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറയുവാന്നല്ലോ, അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്ന് സാധിച്ചു കൊടുക്കും. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂല, നീ വെട്ടറ സൂര്യ. ഓ, അപ്പുറം തുളസിയുടെ പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോയി വെട്ടിയാൽ മതിയായിരുന്നു. തുളസി അവിടെ മുടിവെട്ട് മാത്രമല്ല, വെട്ടിക്കഴിഞ്ഞ് തുളസിയുടെ ഭാഗം ഒരു മസാജും കൂടെ. ഓ, അതൊന്നൊന്നര മസാജാ. അവസാനം ചെവിക്കോടെ ഒരു ഞൊട്ടയും കൂടെ. ഓ എന്റെ തുളസി, ഞാനങ്ങ് വരാൻ പോവാ. എടാ അവന്മാര് പോയ സ്ഥിതിക്ക് നീ എന്റെ അങ്ങ് വെട്ടറാ. എടാ അപ്പുകുട്ടാ, ഞൊട്ട എവിടെ നിന്ന് വിടുമെന്നാ പറഞ്ഞേ? ചെവിന്ന്. എടാ തുളസിയുടെ കടയിൽ ബാത്റൂം ഉണ്ടോടാ? പിന്നെ ഇത് പിടിച്ചേ, എന്നിട്ട് തന്നെ വെട്ടിക്കോട്ടാ. ബാത്റൂം ഇതിപ്പേദം തലേ കാക്ക തൂർന്നതായിരുന്നു. ഓ, അവളുടെ കൈ നോക്കിക്കടാ. ഓ രാധാസിട്ടാ കുളിക്കണേ തോന്നുന്നു. എന്താ വെളുപ്പ് കൈക്ക്. ഓ, അവളുടെ ഇടതോ നിൽക്കുന്ന കാർപ്പുണ്ടൻ. എടാ ഉദയസൂര്യ, നിന്റെ വെട്ടൊന്നും അല്ലടാ വെട്ട്, അവളുടെ വെട്ട് കണ്ടാ. ഓ, ആ ഹോട്ട് സീറ്റ് ഇരിക്കുന്ന ഭാഗ്യവൻ ആരാണോ? ഞാനാണ് ബാബു, ഇന്റർവെൽ ബാബു. എന്റെ മുടിയെ വെട്ടിക്കൊണ്ടിരുന്നത് ഇതാണ് തുളസി. വെറും തുളസി അല്ല, ഇല്ലം തുളസി. നീ ആർക്കാ ഞൊട്ട വിടേണ്ടത്? വാടാ. അശ്ശേ, ഞാനൊക്കെ വെറുതെ. ഞാനൊന്ന് ടോയ്ലറ്റ് എവിടെയാ നോക്കട്ടെ. അതിനടാ വൃത്തിയേട്ടവനെ, അത് പെണ്ണല്ല, അതാണ്. പക്ഷെ ഇത് അതിനല്ല, എനിക്ക് ഒറിജിനലായിട്ട് മൂത്രമൊഴിക്കാനാ. അയ്യോ, ഇതാരാ? തുളസി, താങ്കൾ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ആക്കി. നീ ആ കണ്ണൊക്കെ ഒന്ന് എഴുതി, ആ ഷർട്ടൊക്കെ ഒന്ന് ഓടി, ആ കണ്ണട്ട് മുമ്പിൽ നിന്ന് എനിക്ക് നിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനുള്ള. ആ ഓ, ജാമ്യം എടുക്കാനുണ്ടോ? ജാമ്യം എടുക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. ജാമ്യം എടുക്കാനുണ്ടോ? ജാമ്യം എടുക്കാനുണ്ടോ? ഉണ്ടേ. ഒരാളേ ഉള്ളൂ. ഒരാൾക്കൊന്നും വേണ്ടി ഈ വാള് ഊരാൻ പറ്റൂല. ഒന്നല്ലേ? ഇതൊരു ട്രെയിനിൽ കയറാനുള്ള ആളുണ്ടല്ലോ. 10 കൊല്ലത്തേക്ക് ഇനി ഒരു കേസും വേണ്ട. വിട്ടോടാ.